അഴിമതിക്കെതിരെ നടപടി ശക്തമാക്കി സൗദി. അഴിമതി കേസിൽ നിരവധി സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായിരുന്നു. വിദേശികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതുൾപ്പെടെയുള്ള കേസുകളിലാണ് അറസ്റ്റ്. അഴിമതി ഇല്ലാതാക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കിയതായി സൗദിയിലെ ഓവർസീറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി അഥവാ നസഹ അറിയിച്ചു. അനധികൃതമായി ക്രഷർ ലൈസൻസ് നേടിയെടുക്കുന്നതിന് വിദേശ നിക്ഷേപകനിൽ നിന്ന് 16,25,000 റിയാൽ കൈക്കൂലി വാങ്ങിയ കേസിൽ വ്യവസായ ധാതു വിഭവ മന്ത്രാലയത്തിലെ ഒരു ജീവനക്കാരൻ അറസ്റ്റിലായി. ഉടമസ്ഥാവകാശ രേഖയില്ലാത്ത ഭൂമിയിലെ കെട്ടിടം പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് റദ്ദാക്കാൻ ഒരു നഗരസഭാ ഉദ്യോഗസ്ഥൻ വാങ്ങിയത് 1,10,000 റിയാലാണ്. നിയമവിരുദ്ധമായി വാണിജ്യ സ്ഥാപനത്തിന് ടെൻഡർ നൽകി 1,95,000 റിയാൽ കൈവശപ്പെടുത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥൻ പിടിയിലായി. അനധികൃതമായി വാണിജ്യ സ്ഥാപനത്തിന് ലൈസൻസ് നൽകിയതിന് 10,430 റിയാൽ കൈപ്പറ്റിയ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ. ആശുപത്രിയിലേക്ക് ഭക്ഷണം വിതരണം ചെയ്യാനുള്ള കരാർ നൽകാമെന്ന് പറഞ്ഞ് കാറ്ററിംഗ് കമ്പനിയിൽ നിന്നും 12,000 റിയാൽ വാങ്ങിയ ആശുപത്രി ജീവനക്കാരൻ. പ്രതിരോധ മന്ത്രാലയത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് സ്ത്രീകളിൽ നിന്നും പണം തട്ടിയ ഉദ്യോഗസ്ഥൻ. വിവാഹ നടപടിക്രമങ്ങൾ സുഗമമാക്കാൻ കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥൻ. വ്യാപാര സ്ഥാപനങ്ങളിലെ പരിശോധനയ്ക്കിടെ പുകയില ഉൽപ്പന്നങ്ങളും 7,500 റിയാലും അനധികൃതമായി കൈക്കലാക്കിയ ഉദ്യോഗസ്ഥൻ. ഹോട്ടൽ പെർമിറ്റ് റദ്ദാക്കാതിരിക്കാൻ കൈക്കൂലി വാങ്ങിയ ഹജ്ജുംറ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ. ഇങ്ങനെ കൈക്കൂലി കേസിൽ അറസ്റ്റിലായവരുടെ നീണ്ട പട്ടികയാണ് അതോറിറ്റി പ്രസിദ്ധീകരിച്ചത്. തടവും പിഴയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടലും വിദേശികളെ നാടുകടത്തലും ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് കുറ്റവാളികൾക്ക് ലഭിക്കുക. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.